ഇപ്പോൾ ഇങ്ങനെ നടക്കുന്നുണ്ടെന്ന് നോക്കാം. നമുക്ക് ഏത് ബൂത്തിലേക്കാണ് പോകണം? നമുക്ക് കല്ലേക്കാട് പോവാം. കല്ലേക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലെ ബൂത്ത് നമ്പർ 114, 115, 116 3 ബൂത്തുകളിലെ വിവരങ്ങളുമായി സൈഫുനിസ അലിയാറുണ്ട്. സൈഫുനിസ, നേരത്തെ അവിടെ പ്രായമായവർക്ക് വേണ്ടി ചെറുപ്പക്കാർ വഴിമാറുന്നതൊക്കെ ആ ബൂത്തിൽ കണ്ടതാണ്. ഇപ്പോൾ ക്യൂവിന്റെ സ്ഥിതി എന്താണ്? രാവിലെ മുതൽ വന്നവർ അങ്ങനെ കാത്തു നിൽക്കുന്നു, മുതിർന്നവർക്ക് വേണ്ടി വഴിമാറി കൊടുക്കുന്നതാണ് നമ്മൾ നേരത്തെ കണ്ടത്. എന്താണ് ഇപ്പോൾ ആ ക്യൂവിലെ സ്ഥിതി എന്താണ്? സ്മൃതി ഉണ്ണി, സുജയ, ഈ 116 നമ്പർ ബൂത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. 114 നമ്പർ ബൂത്തിൽ വലിയ തിരക്കില്ല, വന്ന് വോട്ട് ചെയ്ത് പോകുന്നു. കൃത്യസമയത്ത് തന്നെ പോളിംഗ് തുടങ്ങി. 115 നമ്പർ ബൂത്തിൽ കുറച്ച് പതുക്കെയാണ് പോളിംഗ് നടക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് 116 നമ്പർ ബൂത്തിലാണ്. 116 നമ്പർ ബൂത്തിൽ വൈകിയാണ് പോളിംഗ് ആരംഭിച്ചത്. 7:45 പോളിംഗ് തുടങ്ങിയത്. EVM മെഷീൻ്റെ ബാറ്ററി കംപ്ലൈൻ്റ് ആയതുകൊണ്ട് പതുക്കെയാണ് പോളിംഗ് ആരംഭിച്ചത്. അതിനുശേഷം ഇപ്പോഴും പോളിംഗ് വോട്ട് ചെയ്യാനായി ക്യൂവിൽ നിൽക്കുന്നവരുടെ ഒരു ദൃശ്യങ്ങളാണ് ഇത്. അതായത് നിരവധി പേരാണ് രാവിലെ മുതൽ വോട്ട് ചെയ്യാനായി നിൽക്കുന്നത്. എത്ര മണിക്ക് വന്നതാ? 9 മണിക്ക് വന്നതാണ്. 2 മണിക്കൂറായി. പതുക്കെയാണോ പോളിംഗ് നടക്കുന്നത്? സ്ലോ ആണ്, പതുക്കെ പോകുന്നത്. രാവിലെ വോട്ട് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് വന്നായിരിക്കും. ഞാൻ ഫാമിലി ആയിട്ട് വന്നതാണ്. അവള് കുട്ടിയുള്ളതുകൊണ്ട് അവളെ പെട്ടെന്ന് വിട്ട്, പിന്നെ അവളെ കൊണ്ടാക്കിയിട്ട് വരികയത്. പിന്നെ രണ്ടാം പറയും വന്നിട്ട് നിൽക്കുകയാണ്, വഴി നിൽക്കുകയാണ്. അങ്ങനെയാണ് നിരവധി പേര് ഇതുപോലെ രാവിലെ വന്നതാണ്. 2 മണിക്കൂറെങ്കിലും മിനിമം ക്യൂവിൽ നിൽക്കുന്നവരാണ് ഈ കാണുന്നവരെല്ലാവരും തന്നെ. ഫലമുണ്ടായിട്ടുണ്ട്. സൈഫുനിസ, ലേറ്റസ്റ്റ് അപ്ഡേറ്റ് കൂടി നമുക്ക് പ്രേക്ഷകരിലേക്ക് ഒന്ന് എത്തിക്കാം. 11 മണി വരെയുള്ള കണക്കനുസരിച്ച് ടോട്ടൽ ടേൺ ഔട്ട് ഔദ്യോഗിക കണക്ക് 23.79%. അതായത് 46,325 വോട്ടുകൾ ഇതിനകം പോൾ ചെയ്തിരിക്കുന്നു. ആകെയുള്ള 1,94,706 നിന്ന്. അതാണ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്. അതിൽ തന്നെ മെയിൽ വോട്ടേഴ്സ് 25.32% 23,909 പേർ ഔട്ട് ഓഫ് 94,412 പോൾ ചെയ്തിരിക്കുന്നു. സ്ത്രീ വോട്ടർമാർ ആണ് ഇപ്പോൾ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തുന്നതിൽ അല്പം കുറവ് നമ്മൾ കാണുന്നത്. 22.35%, 22,416 സ്ത്രീ വോട്ടർമാർ മാത്രമാണ് ഇതുവരെ എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പോൾ കൂടുതലായി ബൂത്തുകളിലേക്ക് വരൂ, നമുക്ക് ഈ പോളിംഗ് ഒരു ഉത്സവമാക്കാം അല്ലേ? 11 മണിക്ക് 23% എന്ന് പറയുന്നത് വളരെ നല്ല പെർസെന്റ് ആണ്. 23% എന്ന് പറയുന്നത് 11 മണി വരെ ആകുമ്പോഴത്തേക്കും നല്ല പെർസെന്റേജ് ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു മണിയോടുകൂടി നമ്മൾ പറയുന്നത് ഒരു 40%ലേക്കൊക്കെ നിശ്ചയമായി എത്തും. മാത്രമല്ല, ഇപ്പം നമ്മൾ പിന്നെ സൈഫുനിസ സംസാരിച്ച ആ വോട്ടർ കണ്ടോ, 9 മണിക്ക് വന്നതാണ്, ഫാമിലിയോടൊപ്പം വന്നതാണ്. ഇപ്പൊ 11:15 സമയം. 2.25 മണിക്കൂറായിട്ടും അവിടെ നിൽക്കുകയാണ്. വോട്ട് ചെയ്തേ പോകുള്ളൂ എന്നാണ് തീരുമാനം. അപ്പം സ്ലോയിലാണ് വോട്ടിംഗ് പ്രോസസ്സ് പുരോഗമിക്കുന്നെങ്കിലും ആളുകൾ വളരെ ക്ഷമയോടുകൂടി നിന്ന് വോട്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ക്ഷമ വേണം, സമയമെടുക്കും. പോളിംഗ് പെർസെന്റേജ് സംബന്ധിച്ച് എന്തെങ്കിലും പ്രഡിക്ഷൻ ഉണ്ടോ? ഇല്ല, പോളിംഗ് പെർസെന്റേജ് സംബന്ധിച്ച് പക്ഷേ എബവ് 70% ആണ്. പിന്നെ പാലക്കാടിന്റെ ഒരു എന്താണ് ഒരു റീസെന്റ് ഇലക്ഷൻ ഹിസ്റ്ററി നോക്കുമ്പോൾ എബവ് 70% പിന്നെ പോൾ ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നിശ്ചയമായിട്ടും 70% മുകളിൽ പോളിംഗ് പോകും. മാത്രമല്ല, ഇപ്രാവശ്യം വളരെ എന്താ പറയുക, ഉപതെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പ്രചാരണം അവിടെ ശക്തമായിരുന്നു. പല തരത്തിലുള്ള വിവാദങ്ങൾ എല്ലാ ദിവസവും തലക്കെട്ട് വാർത്തകളാകുന്നൊരു തെരഞ്ഞെടുപ്പാണ് നിയമസഭാ മണ്ഡലത്തിൽ നടന്നത്. അതുകൊണ്ട് ആ വോട്ടർമാരും ഒക്കെ വളരെ ആവേശത്തോടുകൂടി തന്നെയായിരിക്കും നിശ്ചയമായും ഈ വോട്ടെടുപ്പിൽ പങ്കെടുക്കുക. അപ്പോൾ നമുക്ക് നേരെ ഇനി കർണകയമൻ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് പോകാം. ബൂത്ത് നമ്പർ 56, 57, 58. VS രഞ്ജിത്ത് അവിടെ നിന്ന് അനങ്ങിയിട്ടില്ല. VS രഞ്ജിത്ത് അവിടെ തന്നെ ഫോക്കസ് ചെയ്ത് നിൽക്കുകയാണോ? ബാക്കി എല്ലാവരും പല പല ബൂത്തുകളിലേക്ക് പോകുന്നുണ്ട്. അവിടെ നേരത്തെ പോളിംഗ് ശതമാനം ഒരു മന്ദഗതിയിലേക്ക് പോകുന്നുണ്ടായിരുന്നു കഴിഞ്ഞ മണിക്കൂറിൽ. ഇപ്പോഴെന്താണ് അവസ്ഥ? സുജയ, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇവിടുത്തെ 56-ാം ബൂത്ത് വളരെ സജീവമാണ്. 56-ാം ബൂത്തിൽ നല്ല പോളിംഗ് നടക്കുന്നുണ്ട്. ഞാനിവിടുന്ന് മാറാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇലക്ഷൻ കമ്മീഷൻ്റെ കണക്ക് പ്രകാരം ആകെ ഇവിടെ 7 പ്രശ്നബാധിത ബൂത്തുകളാണുള്ളത്. ഇവിടെ വന്നപ്പോൾ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. പക്ഷേ ആകെ 7 പ്രശ്നബാധിത ബൂത്തുകളിൽ 3 പ്രശ്നബാധിത ബൂത്തുകളുള്ള ഒരു സ്കൂളാണിത്, ഒരു പോളിംഗ് സ്റ്റേഷനാണ്. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ആ ഇലക്ഷൻ കമ്മീഷൻ്റെ കണക്ക് പ്രകാരമാണ് ഞാനിവിടെ നിൽക്കുന്നത്. പക്ഷേ ഇവിടെ എനിക്ക് തോന്നി 56, 57, 58-ലും 58-ാമത്തെ ബൂത്ത് ഒഴികെ ബാക്കി എല്ലാ ബൂത്തിലും വളരെ സജീവമായി തന്നെ പോളിംഗ് നടക്കുന്നുണ്ട്. അമ്മമാരും അതുപോലെ തന്നെ പുരുഷന്മാരും ഉൾപ്പെടെയുള്ള എല്ലാവരും ഇവിടെ വോട്ട് ചെയ്യാൻ എത്തുന്നുണ്ട്. അപ്പോൾ യുവമോർച്ചയുടെ ജില്ലാ അധ്യക്ഷനുണ്ട്. എത്ര ശതമാനം പോളിംഗ് ആയി? ഇവിടെ 56-ാം നമ്പർ ബൂത്തിൽ 30%-ലധികം പോളിംഗ് ആദ്യത്തെ 3 മണിക്കൂർ കൊണ്ട് തന്നെ കഴിഞ്ഞു. വളരെ സജീവമായ രീതിയിൽ ഈ പ്രദേശത്തെ ജനങ്ങൾ ദേശീയതയെ ഉൾക്കൊള്ളുന്ന രീതിയിൽ ഒരു സ്ഥാനാർത്ഥി ഇവിടെ നിന്ന് വിജയിച്ച് കയറണമെന്ന ചിന്തയോടുകൂടി ഈ പ്രദേശത്തെ ആളുകൾ വലിയ രീതിയിൽ BJP ശക്തി കേന്ദ്രം ആയതുകൊണ്ടാണ് CPM ഇന്നലെ പറഞ്ഞിട്ടുള്ളത് ഇവിടെ ഭയങ്കര കള്ളവോട്ട് നടക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് തടുക്കുന്നൊക്കെ നിൽക്കുന്ന ആളുകളുണ്ട്. ക്യാമറയുടെ നിരീക്ഷണത്തിൽ തന്നെയാണ് ഇവിടുത്തെ പോളിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ഈ പ്രദേശത്തെ ആളുകളുടെ
വോട്ടിങ്ങിൽ ഭയപ്പെട്ടുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇത്തരത്തിലുള്ള ആരോപണങ്ങളുമായി വന്നിരിക്കുന്നത്. ഇവിടെ ഉദ്യോഗസ്ഥന്മാരുണ്ട്, അവരുടെ KSTയുടെ തന്നെ ഉദ്യോഗസ്ഥന്മാർ വലിയ രീതിയിൽ ഇതിനകത്തുണ്ടല്ലോ. ഈ പറയുന്ന രീതിയിൽ ഇവിടുത്തെ പോലീസ് സംവിധാനമുണ്ട്, ഇവിടെ എനിക്ക് തോന്നുന്നു CSFന്റെ ആളുകളുണ്ട്, എല്ലാവരും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ പ്രദേശത്തെ ജനങ്ങൾ ഇവിടെ ഉള്ളയിടത്തായതുകൊണ്ടാണ് ഈ കർണകീയമൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ അവിടെ രഞ്ജിത്ത് തുടരുന്നത്. രഞ്ജിത്ത്, ഇപ്പോൾ ഈ പ്രശ്നബാധിത ബൂത്ത് എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഇരട്ട വോട്ടും വ്യാജ വോട്ടുകളുടെ എണ്ണമൊക്കെ കണ്ടെത്തിയൊരു തെരഞ്ഞെടുപ്പ് കൂടിയാണല്ലോ. അപ്പോൾ അതിനുള്ള സംവിധാനങ്ങൾ, ഈ ഇരട്ട വോട്ടുള്ളവരെ ഏത് തരത്തിലുള്ള നടപടികളിലൂടെ കടന്നു പോകേണ്ടി വരും, അവർക്ക് കള്ളവോട്ട് കണ്ടെത്തുകയാണെങ്കിൽ അത് വലിയ ശിക്ഷയുണ്ടാകുമെന്നടക്കമുള്ള കാര്യങ്ങൾ ഒരു മുന്നറിയിപ്പായി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കൂടുതൽ ശക്തമായ നടപടികളിലൂടെ കടന്നുപോയ വോട്ടർമാരുണ്ടോ? അത് നമുക്ക് ഈ ബൂത്തുകളിൽ എവിടെയെങ്കിലും കാണാനാകുന്നുണ്ടോ? ഇവിടെ ഇലക്ഷൻ ഏജന്റുമാർ 3 പാർട്ടികളുടെയും ഏജന്റുമാർ, 3 മുന്നണികളുടെയും ഏജന്റുമാരുണ്ട്. ആരും ഇത് തന്നെ ഒരു ഒബ്ജക്ഷൻ ഉന്നയിച്ചിട്ടില്ല. പ്രത്യേകിച്ച് ഇവിടെ BLOമാരൊക്കെ വളരെ സജീവമാണ്. ഇവിടെ മാത്രമല്ല, എല്ലാ ബൂത്തുകളിലും വെബ്കാസ്റ്റിംഗ് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ ബൂത്തുകളിലും BLOമാർ സജീവമാണ്. പ്രത്യേകിച്ച് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ഇലക്ഷൻ കമ്മീഷൻ്റെ നിയന്ത്രണവും അതുപോലെ തന്നെ നിരീക്ഷണവും എല്ലാ ബൂത്തിലുമുണ്ട്. പ്രത്യേകിച്ച് ഈ ഇരട്ട വോട്ട് ആരോപണമൊക്കെ ഉന്നയിക്കപ്പെട്ട സാഹചര്യത്തിൽ അത്തരത്തിൽ ഇരട്ട വോട്ടുകൾ ചെയ്യപ്പെടുന്നില്ല എന്ന് ഉറപ്പാക്കാനുള്ള സംവിധാനം ചെയ്തിട്ടുണ്ട് എന്നാണ് ജില്ലാ കളക്ടർ അറിയിക്കുന്നത്. അതിനനുസരിച്ചുള്ള വോട്ടർ പട്ടികയും തയ്യാറാക്കിയിട്ടുണ്ടെന്ന് പറയുന്നു. ഇവിടെ ആകെ ഒരു പരാതിയായിട്ട് നേരത്തെ പറഞ്ഞിരുന്നൊരു അല്പം സ്ലോ ആണ്, വേഗത കുറവാണ് എന്നൊരു ആരോപണം ഉന്നയിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ അതും പരിഹരിക്കപ്പെട്ടിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ഒരു 10-15 മിനിറ്റിൽ കൂടുതൽ വരി നിൽക്കേണ്ട ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിട്ടില്ല എന്നാണ് രാവിലെ മുതൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിപ്പോൾ കാണുന്ന 56-ാം ബൂത്തിലെ വിഷ്വൽസ് ആണ്. 56-ാം ബൂത്തിൽ രാവിലെ മുതൽ തന്നെ വളരെ സജീവമായി വളരെ വേഗത്തിൽ തന്നെ പോളിംഗ് പുരോഗമിക്കുന്നു. ശരി രഞ്ജിത്ത്, ഇപ്പോൾ ഇതുവരെയുള്ള പോളിംഗ് ശതമാനം 23.79 46,325 പേർ ഇതിനകം വോട്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. അതിൽ പുരുഷ വോട്ടർമാർ 25.32% പുരുഷ വോട്ടർമാർ വോട്ട് ചെയ്തിരിക്കുന്നു. സ്ത്രീ വോട്ടർമാർ 22.35% വോട്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഇതുവരെയുള്ള കണക്കുകൾ.